അപ്പോൾ ഇത്തരത്തിലുള്ള കിംവദന്തികൾ നമ്മുടെ കാന്തപുരം ഉസ്താദ് അവർകളെ പറയുന്നവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെയധികം മോശമായിട്ടുണ്ട്. ഇത്രയും നാൾ നിങ്ങളുടെയൊക്കെ നാവ് കൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ പറ്റിയിട്ട് പുകഴ്ത്തി പുകഴ്ത്തി സംസാരിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ താറടിച്ച് സംസാരിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ കാന്തപുരം ഉസ്താദ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും ഇന്ത്യയിൽ സുരക്ഷിതരല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് നോക്കൂ, എല്ലാവരും തമ്മിൽ ചിലയിടത്തൊക്കെ പുകച്ചില് പൊട്ടലും ചീറ്റലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പലയിടത്തും ഉണ്ടാവാറുണ്ട്. എന്ന് കരുതിയിട്ട് അതിനെ എല്ലാത്തിനെയും ഭയങ്കരമായിട്ടുള്ള വർഗീയ പരമായിട്ടുള്ള ഒരു സംഭവമാക്കി കാണുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ മുസ്ലിം സഹോദരങ്ങൾ ക്രൂരത അനുഭവിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് ആരാണ്? ഇപ്പോ ടെക്സ്റ്റൈൽ ഷോപ്പുകളായാലും ഹോട്ടലുകളായാലും ഇപ്പൊ കൂൾബാറുകളായാലും മറ്റ് ഏത് സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ വ്യവസായ മേഖലകളിൽ മുന്നിട്ട് നിൽക്കുന്നത് മുസ്ലിം സഹോദരങ്ങൾ അവർ തന്നെയാണ്. അവരുടെ ഹോട്ടലിലും തുണിക്കടകളിലൊക്കെ നമ്മൾ കയറുന്നില്ലേ? നമ്മൾ നേരെ നമ്മുടെ ഹിന്ദുക്കളുടെ കടയിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കൂ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഷോപ്പുകളിൽ നിന്ന് മാത്രമേ നമ്മൾ ഷോപ്പിംഗ് ചെയ്യൂ എന്നൊന്നും ആരും കരുതുന്നില്ലല്ലോ. എല്ലാവർക്കും ഐക്യതയും സ്നേഹവും ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ആ ഒരു തരത്തിൽ ചിന്തിക്കാതെ തന്നെ നമ്മൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്നത്. ശരിക്കും തൊട്ടടുത്ത് രാജന്റെ കടയുണ്ടെങ്കിലും അപ്പുറത്ത് ഹുസൈന്റെ കടയുണ്ടെങ്കിലും ആരുടെ കടയിലാണ് നന്നായിട്ട് നല്ല സാധനങ്ങൾ ഉള്ളത്, നല്ല ക്വാണ്ടിറ്റി ഉള്ളത്, നമ്മൾ അവിടെ പോയാണ് സാധനം മേടിക്കുന്നത്. അല്ലാതെ ഇവിടെ ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് കുറച്ചധികം എന്താ പറയുക, രാഷ്ട്രീയക്കാരാണ് അനാവശ്യമായിട്ടുള്ള വർഗീയത ഇതിന്റെ ഇടയിലേക്ക് കുത്തി നിറയ്ക്കാനായിട്ട് നോക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് എപ്പോഴും ലാഭം എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തിലുള്ള ആളുകളെ തമ്മിൽ ഒറ്റ വിഭാഗം എന്ന് പറയാതെ തന്നെ രണ്ടും രണ്ടാക്കി തന്നെ നിർത്തി കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള കാര്യം നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പല ആളുകളും ഈ വർഗീയത ഇതിന്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത്. ശരി.